മക്കളെ, നമ്മുടെ ഓണം എക്സാമിനുള്ളതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ്. ഈ ഒരു ചാപ്റ്ററിലെ 3 മാർക്കിനും 4 മാർക്കിനും നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി. ഈ ഒരു ചോദ്യത്തിന് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പല മക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ട്. നമുക്കതൊന്ന് നോക്കാം. വാട്ട് പ്രൊഡ്യൂസ് എന്ന് പറയുന്ന സമയത്ത് ഒരു സൊസൈറ്റിക്ക് ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടാവും. കാരണം ഹ്യൂമൻ വൺസ് അൺലിമിറ്റഡ് ആണ്. പക്ഷെ എല്ലാം കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സസ് ഒരു എക്കണോമിയിൽ ഇല്ലാത്തത് കൊണ്ട് ദ എക്കണോമി മസ്റ്റ് ഡിസൈഡ് വിച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ് ആസ് റിസോഴ്സസ് ആർ ലിമിറ്റഡ്. ഇങ്ങനെ എഴുതാം. ദെൻ ഹൗ ടു പ്രൊഡ്യൂസിൽ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇറ്റ് മസ്റ്റ് ചൂസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്ക് 2 മെത്തേഡ് ഉണ്ട്, ലേബർ ഇന്റൻസീവോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഇന്റൻസീവോ. ഇതിൽ ഏതെങ്കിലും ഒന്ന് എക്കണോമി ഡിസൈഡ് ചെയ്യണം. ദെൻ ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് ദ പ്രോബ്ലം റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം ആണ്. ഈ നാഷണൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നാഷണൽ ഇൻകം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകൾക്ക് എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും, അതായത് ഇൻഡിവിജ്വൽസ് ഇൻ ദ എക്കണോമി അവർ തന്നെയാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, അവർക്ക് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ആണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ലാൻഡിന് റെന്റ് കൊടുക്കും, ലേബറിന് വേജസ് കൊടുക്കും, ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കും, ഓർഗനൈസേഷന് പ്രോഫിറ്റ് കൊടുക്കും. ഇങ്ങനെയാണ് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഈ ഒരു ചോദ്യം നമുക്ക് എന്തായാലും ഓണം എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പൊ എല്ലാവരും ഇതൊന്ന് പഠിച്ചു വെച്ചേക്കാം. ഓൾ ദി ബെസ്റ്റ്.